ചിറക് വറുത്തത്. വിങ്സ് പറഞ്ഞല്ലോ, ചിറക് നമുക്ക് ആവശ്യമാണ്, പറക്കേണ്ടതാണ് അല്ലേ. ഇതുവരെ മേരിയാൻ കൊതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ ഒരു Hi guys, good morning. Welcome to our new vlog. It's a happy weekend. ഇതൊരു വീക്കെൻഡ് ആണ്. നമ്മുടെ ഷോപ്പിൽ മിഡ് നൈറ്റ് സെയിലൊക്കെ നടക്കുന്നുണ്ട്. സോ എല്ലാ ദിവസവും രാത്രി 1 മണി 1:30 ആവും കേട്ടോ. കാരണം സ്റ്റാഫുകൾക്കൊന്നും അത്ര ലേറ്റായി നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ, പ്രിയ, പിന്നെ ശില്പ ആൻഡ് പ്രിൻസ് ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത് രാത്രി. സോ ലേറ്റായിട്ടാണ് ഇന്നലെ വന്നത്. അത് നമ്മൾ പൈദോശ പോയി ദോശയൊക്കെ കഴിച്ച് രാവിലെ ലേറ്റ് എഴുന്നേറ്റ് ഇന്ന് പിന്നെ നമുക്ക് വേദുവിന് വേണ്ടി എന്തെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണം. വീക്കെൻഡ്സ് ആർ റിസർവ് ഫോർ ഫാമിലി ടൈം. സോ ആക്ച്വലി ഞങ്ങൾക്ക് എവറി ഡേ ഫാമിലി ടൈമാണ്, പക്ഷേ വീക്കെൻഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഔട്ടിംഗ് ഒക്കെ ആവാമല്ലോ. അപ്പോൾ എനിക്ക് ആരാന്ന് ഓർമ്മയില്ല, ഇൻസ്റ്റാഗ്രാമിൽ കൊച്ചിയിലല്ല കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഇൻഡോർ പ്ലേ ഏരിയ കാക്കനാട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അയച്ചത്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കാക്കനാട് ആകുമ്പോൾ നമ്മുടെ ഒരു ഫേവറേറ്റ് കഫേ പോയി ലഞ്ചും കഴിച്ചിട്ട് ആ ഒരു പ്ലേ ഏരിയയും വലിയ സംഭവമാണോ എന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ നേരെ പോയി മേരി ആൻഡ് അന്തു ആൻഡ് ദിയനെ പിക്ക് ചെയ്ത് ജെഫ്രിനെ പിക്ക് ചെയ്യാൻ പോവാന്ന് പറയാൻ വരുമായിരുന്നു. പക്ഷെ ജെഫ്രിൻ ഇസ് ഇൻ ബാംഗ്ലൂർ. ജെഫ്രിനെ കാണാൻ വേഗം പോകുന്നതായിരിക്കും കേട്ടോ. അവിടുത്തെ ജെഫ്രിൻ്റെ സെറ്റപ്പ് ഒക്കെ നമുക്കൊന്ന് പോയി കാണണ്ടേ എങ്ങനെയുണ്ട് ഹോസ്റ്റലിലൊക്കെ. സോ അവരെല്ലാവരും പിക്ക് ചെയ്തിട്ട് നേരെ നമുക്ക് കാക്കാട് പോയി ഫുഡ് കഴിച്ചിട്ട് പ്ലേ ഏരിയ പോയി ഒരു അടിപൊളി വീക്കെൻഡ് എൻജോയ് ചെയ്യാം. ഒക്കെ കൂടെ ഇന്നെൻ്റെ പുതിയ ഷൂവിൻ്റെ ഇനോഗ്രേഷനാണ്. പുതിയതല്ല, വാങ്ങിയിട്ട് കുറേ സ്ഥലമായി. ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. കാരണം ഇൻഡോർ സ്ഥലത്ത് മാത്രമേ ഈ ഷൂ ഇടുന്നതായിരിക്കുള്ളൂ. ഇതൊരു നൈക്കിയുടെ ഒരു അൺഗ്രേറ്റ്ഫുൾ ഡെഡ് എന്ന് പറഞ്ഞ ഒരു ലിമിറ്റഡ് എഡിഷൻ ഷൂസാണ്. സിംഗപ്പൂരിൽ നിന്ന് കിട്ടിയതാണ്. സംഭവം തോന്നുന്നു കംഫർട്ടബിൾ ഒക്കെയാണ്, പക്ഷെ പെട്ടെന്ന് അഴുക്കാം. കാരണം ഇവിടെ കണ്ട ഒരു ഫർ പോലത്തെ മെറ്റീരിയലാണ്. ഇവിടെ സിബൊക്കെ ഉണ്ട്. സോ പൈസയൊക്കെ ഹിഡൻ ആക്കി വെക്കണമെങ്കിൽ നേരെ ഇരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് സിബും ഉണ്ട്, ഇവിടെ വെക്കാം. പ്രിയ പറയും അയ്യേ എന്ത് കളറാണ്. വീക്കെൻഡിന്റെ ഫസ്റ്റ് സ്പോട്ട് നമ്മുടെ ഫേവറേറ്റ് കഫേയാണ് കാക്കനാടിൽ. ഇപ്പോൾ ഒരുപാട് കഫേസ് ഉണ്ട് കാക്കനാടിൽ. നമ്മുടെ ഫേവറേറ്റ് സ്റ്റീവൻ ബഗ്സ്. ഇവിടെ ഫ്യൂഷൻ ഫുഡ് റെഡിയാണ്. ഫ്യൂഷൻ ആക്കാം. ജെഫ്രിനെ കൊതിപ്പിക്കണ്ടേ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ജെഫ്രിനെ ഡിന്നറിന് കൊണ്ടുപോയിന്ന് കണ്ടാ? അതെ, എല്ലാരും തടി വെപ്പിച്ചിട്ടേ വരുള്ളൂ ബാംഗ്ലൂരിന്ന്. അയ്യോ എന്റെ ഷൂസ് ഭയങ്കര ലിമിറ്റഡ് എഡിഷൻ ഷൂസ് ആണ്. അതിനിടയ്ക്ക് പ്രിയ ഒക്കെ ഫുൾ ഒരു ജാപ്പനീസ് വൈബില് കാണിച്ചേ. അത് താഴെ ഒരഞ്ഞൊരഞ്ഞ് നടക്കണം പ്രിയ. അല്ല, ഇത് താഴെ ഒരഞ്ഞൊരഞ്ഞ് നടക്കണം. അതാണ് കൊറിയൻ സ്റ്റൈല്. പിന്നെ എന്തിനാ കൊറിയൻ പാൻസ് ഇടുന്നത്? വെറുതെ വാങ്ങിക്കൊണ്ട് വരും ഓരോ കാര്യങ്ങള്, എന്നിട്ടൊന്നും വരേക്ക് ഇടില്ല. കൊടയും നിവരാത്ത കൊടയും പൊക്കി പിടിക്കുന്ന ജീൻസ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഇങ്ങനെയാണ് നടക്കേണ്ടത് പ്രിയ. അതാണ് സ്റ്റൈല്. അത് കൊള്ളാം. ഇത് ബാങ്കോക്ക് ഫാഷന്റെ ഒരു ഹാപ്പി സ്റ്റോറിനാണ്. ജീൻസ് ഞാൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത്രയും ബാഗി അല്ലല്ലോ, എന്നാൽ ഏകദേശം ഈ ടൈപ്പ് ഉണ്ട്. അതെ, എന്റെ ഷൂസ് കണ്ടല്ലോ. എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞതാ വീഡിയോ ഇൻട്രൊഡക്ഷനിൽ പ്രിയ അങ്ങനെ പറയുന്നത്. ഇപ്പോഴും ഇരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, മുകളിലാണ്. പക്ഷെ രാവിലെ ആകുമ്പോൾ കുറച്ച് ചൂടായിരിക്കും. രാത്രി ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ആംബിയൻസ് ആണ് ഇവിടെ വൈകുന്നേരം. അത് തൽക്കാലത്തേക്ക് താഴെ ഇരിക്കാമെന്ന് വിചാരിച്ചു. എന്ത് രസമല്ലേ, എപ്പോഴും വെരി വെൽ മെയിൻറ്റൈൻഡ് ആണ് ഈ സ്ഥലം. അവിടെ സ്റ്റേജിലും വേദന്തിയൊക്കെ ഭയങ്കര ഡാൻസും പെർഫോമൻസും ഇഷ്ടം മാതിരി സ്ഥലമുണ്ട് ഇവിടെ. പുതിയ ഫ്യൂഷൻ മെനു വന്നു പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് കണ്ട കംപ്ലീറ്റ് ഒരു കേരള, പക്ഷെ അതിലൊരു വിങ്സ് തന്നെയാണ്. ഇത് കണ്ട കോഴി ചിറക് വറുത്തത്. വിങ്സ് പറഞ്ഞല്ലോ, ചിറക് നമുക്ക് ആവശ്യമാണ്, പറക്കേണ്ടതാണ് അല്ലേ. മാങ്ങാ പേരയ്ക്കാന്ന് കണ്ടപ്പോ അതെ ഒരു ഹൈഫൈ. അതിന് ഭയങ്കര ചർച്ചയല്ലേ രണ്ടുപേരും. സ്റ്റാർട്ടറിൽ വേറെ പറഞ്ഞിരിക്കുന്നുണ്ടെന്നോ, കുഴലപ്പത്തിന്റെ അകത്ത് ഇറച്ചി. അത് സംഭവം എന്നാ പറഞ്ഞ. കുഴലപ്പത്തിന്റെ അകത്ത് ഇറച്ചി, മാങ്ങ, പേരയ്ക്ക, പിന്നെ ഒരു മറ്റേ നാടൻ ചിക്കൻ വിങ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുറേ കണ്ട മുട്ടച്ചോറ്. അത് ഫ്രൈഡ് റൈസ് ആണ്, കേരള സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ്. മുട്ട ചപ്പാത്തി അടിക്കുവോ? അതെ, പിന്നെ തേങ്ങ റൊട്ടി. അത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം. എന്ത് അത് മാത്രല്ല, നമുക്ക് വർക്ക് ലോഡ് കൂടുതല. ഭയങ്കര വിഷം. ഞങ്ങൾ അകത്ത് കരയോ. ഇത് കുഴലപ്പവും ഇറച്ചിയും. ഓക്കെ, ദിസ് സോ ടെംപ്റ്റിംഗ്. നോ, ദിസ് വൺ ഇസ്. ആൻഡ് ഇത്
മാങ്ങ പേരയ്ക്ക മാങ്ങ പേരയ്ക്ക മാങ്ങ പേരയ്ക്ക വെജിറ്റബിൾസ്. ഇവരെ ഇതുവരെ മേരിയ കൊതി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ ഒരു അതെടുത്തോ കഴിഞ്ഞു. എന്താണ് ഇത്ര കൊതി? ഇത് കാണുന്നവർക്ക് കൊതി വരും കേട്ടോ. ആ പുളി മെരുവൊക്കെ അവരുടെ വായ കിട്ടുന്നതായിരിക്കും മിക്കവാറും. എന്താ പ്രിയക്ക ഇതിപ്പോ കഴിയും കേട്ടാ, എടുക്കുന്നതിന് മുമ്പേ കഴിയും. പ്രിയക്ക് പറ്റില്ല ഇത്. ഈ പുളി വരുമ്പോ എല്ലാം കൂടെ ഇഷ്ടമുള്ളവർക്ക് ഇത് പിടിക്കുള്ളൂ അല്ലേ? ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതില് എരിവും വെളിച്ചെണ്ണയും ഷാലറ്റ്സും ഉണക്കമുളകും എല്ലാം കൂടെ വേറെ ലെവല്. അടിപൊളി. ഇതുപോലെ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ ഇങ്ങനത്തെ ഒരു സാലഡ്. എല്ലപ്പം ഗ്രേവി മുക്കിയിട്ട് അകത്ത് ബീഫ്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. കാണുമ്പോ തന്നെ ഇതിന്റെ ക്വാളിറ്റി അറിയാം. മൈ ഗോഡ്. നല്ല സോഫ്റ്റ് ബീഫ്. ഒരു ബീഫ് റോസ്റ്റ് പോലത്തെ ബീഫാണ്. പക്ഷേ കുഴലപ്പത്തിന്റെ ക്രിസ്പിനെസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര ടേസ്റ്റ്. അമേസിങ് ഡിഷ്. കുറച്ചൊരു ഉണക്ക ബീഫിന്റെയും ഫ്ലേവർ വരുന്നുണ്ട്. മസ്റ്റ് ട്രൈ ഈ ഓർഡർ ചെയ്ത 2 സാധനവും. ഇത് നമ്മുടെ വിങ്സ് തന്നെയാണ്, പക്ഷെ കേരള ഫ്രൈഡ് വിങ്സ്. എന്റെ അമ്മ അന്തോ ഇത് പൊളിയായിരിക്കും. നോക്ക്, അതെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ അത്? ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടാ. ഇനി ഇത് നോക്കട്ടെ, വിങ്സ്. ഇതിന്റെ എന്തോ ഒരു മിന്റ് ചട്നിയോ എന്തോ ഗ്രേവിയാണ്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ഞാൻ പേഴ്സണലി ഗ്യാരണ്ടി തരാം, യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ദിസ്. അത്രയും പെർഫെക്റ്റ്ലി ഫ്രൈഡ് ചിക്കൻ ആണ്. ചിക്കൻ 65, ചിക്കൻ ഫ്രൈ എന്ത് കഴിച്ചാലും ഈ ഒരു പെർഫെക്റ്റ്. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് സോ ഗുഡ്. ഭയങ്കര ഷോക്കിംഗ്. കാരണം ഇവരുടെ ഇന്റർനാഷണൽ ഫുഡ് അടിപൊളിയായിരുന്നു. കേരള ഫുഡ് ഇത്ര അടിപൊളിയാകുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തൊരു ക്രിസ്പിനെസ് ഒക്കെ കണ്ട ആ സംഭവത്തിന്റെ വിങ്സ്. മേരിയാനായിരിക്കും ചിക്കൻ ഫ്രൈയുടെ പെർഫെക്റ്റ് അഭിപ്രായം പറയുന്ന ആള്. കാരണം ആ 2-3 സാധനങ്ങളെ കഴിക്കുള്ളൂ. അതിലൊന്നാണ് ചിക്കൻ ഫ്രൈ. അല്ല, ഇഷ്ടമായി. ഓ, മേരിയാൻ അപ്രൂവ്ഡ് ആണ്. അപ്പൊ മഴ പെയ്യും. ഇവിടെ ഈ ചിക്കൻ വരുമ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ഒട്ടും വേസ്റ്റ് ചെയ്യരുത്. ചമ്മന്തി മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. വെളിച്ചെണ്ണയും കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയാണ്. പക്ഷെ ചിക്കനോട് കഴിക്കുമ്പോൾ ഈവൻ ബെറ്റർ. വെറുതെ അവരൊരു കെച്ചപ്പോ 1000 ഐലൻഡ് സോസോ അങ്ങനെ ഒന്നുമല്ല വെച്ചിരിക്കുന്നത്. അത്ര എഫേർട്ട് എടുത്തിട്ടാണ് അവർ ഓരോ ഡിഷിനുള്ള അക്കംപനിങ് സോസ് ചെയ്തിരിക്കുന്നത്. പ്ലേറ്റ് ക്ലിയർ ചെയ്യാൻ ആരും സമ്മതിക്കുന്നില്ല. കാരണം ഗാർലിക് ബ്രെഡ് ഓർഡർ ചെയ്തിട്ട് അതുവരെ ചമ്മന്തി മുക്കി കഴിക്കുന്ന ടീംസാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ചമ്മന്തി മാത്രമായിട്ട് ഓർഡർ ചെയ്താലോ? അല്ലേ, ഇല്ല, അത്രയും വൃത്തിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ ഗൈസ്. അപ്പൊ ഇത് ചപ്പാത്തിയാണ്, പക്ഷെ മുട്ട ചപ്പാത്തിയാണ്. ജസ്റ്റ് ലുക്ക് ഹൗ അമേസിംഗ് ഇറ്റ് ലുക്സ്. നല്ല കിഡിലൻ ഓംലെറ്റ്, നല്ല ഹെവി ആയിരിക്കും. ഇത് മാത്രമായിട്ട് ഒരെണ്ണമായിട്ട് കഴിക്കാം. അതല്ലാതെ ഇത് കോഴി അടക്കറിയാണ്. കോഴി അടക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി വെച്ച് അട ഉണ്ടാക്കിയിട്ട് അതിൽ നല്ല തിക്ക് ടൊമാറ്റോ ബേസ്ഡ് ഗ്രേവി ഒക്കെ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു കിടിലൻ സംഭവമാണ്. സ്റ്റാർട്ടിങ് തന്നെ അടിപൊളി വന്നിട്ടുണ്ട്. ഒരു ബീഫിന്റെ ടാമറിൻ കറിയാണ്. സോ ഒരു പുളിക്കറി പോലെ ഭയങ്കര ടേസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ബീഫിന്റെ ക്വാളിറ്റി അടിപൊളിയാണ്. ഇത് മട്ടൻ ഷാങ്ക്. ഇത് പൊളിക്കും കേട്ടോ. ഇന്ന് നോക്കിയപ്പോ നമ്മള് ഇൻസ്റ്റാഗ്രാമിലെടുത്ത് മൊത്തം ജെഫ്രിന്റെ കാണുന്നുണ്ട് അവിടെ. ഇപ്പൊ കോള് വരുവേ. അതിന് മുട്ട ചപ്പാത്തി നോക്കട്ടെ. വെറും മുട്ട ചപ്പാത്തി കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ശരിക്കും ഒരു ഹെവി ഓംലെറ്റ്. ചപ്പാത്തിയുടെ അങ്ങനെ ഭയങ്കര ഫ്ലേവർ ഒന്നും ഇല്ല, ഭയങ്കര ഫില്ലിംഗ് ആണ്. ചിക്കൻ അടക്കറി നോക്കട്ടെ എന്താ സംഭവം. ഇവരുടെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഐറ്റം എന്നാ പറഞ്ഞത്. കുറച്ച് ചപ്പാത്തി, ചിക്കൻ അടക്കറി എന്താ സംഭവം നോക്കട്ടെ. എനിക്കൊന്ന് ചിക്കൻ വെച്ചാണ് അട ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന്റെ അകത്താണ് സ്റ്റഫ് ചെയ്തിരിക്കുന്നത്. ഇത് സൂപ്പറാണ് കേട്ടോ. ഇതിന്റെ അകത്ത് ഇനി ഷാലറ്റ്സ്, ഗാർലിക് അങ്ങനത്തെ കുറെ സംഭവമാണ്. നല്ല തിക്ക് ഗ്രേവി. ഇത് ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു ഫസ്റ്റ് ടൈം കഴിക്കുന്ന അനുഭവമാണ് സംഭവങ്ങൾ. കേരള ഫുഡ് ആണെങ്കിലും ഭയങ്കര വെറൈറ്റി. ഇവരുടെ ചപ്പാത്തി റോട്ടിയാണ്. അതിന്റെ അകത്ത് തുറന്നു നോക്ക് എന്താന്ന്. ഇവിടെ ഫുൾ ട്വിസ്റ്റ് ആണല്ലോ. കീറി നോക്ക്.
തേങ്ങ ഇതിന്റെ തേങ്ങയാണ്. പോക്കറ്റോ? പ്രിയയുടെ പോക്കറ്റ് തുറന്ന ഇങ്ങനെയായിരിക്കും. കുറെ പഴയ പേപ്പർ കഷ്ണങ്ങളും ചൂയിങ്ങം റാപ്പറും അങ്ങനത്തെ ബാഗ് തുറന്ന പോലെയുണ്ട്. ഏത് പ്രിയയുടെയോ? 10 പൈസ പ്രിയയുടെ ഈ കാർഡിൽ അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. എല്ലാം ഗൂഗിൾ പേ. ഇത് ഇവരുടെ തേങ്ങ റൊട്ടിയും ബീഫ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ബീഫ് കറി പ്രിയ എടുത്ത ബീഫ് കറിയും ഈ റോട്ടിയും എന്താ പറയാനുള്ള ഭയങ്കര ടേസ്റ്റ് അല്ലേ? ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടാ ഇവിടെ ഇത്രയും സൂപ്പർ ആയിരിക്കും. ഇനി അല്ല മട്ടനും കൂടെ ഒന്ന് ഇപ്പൊ പൊളിച്ചോ നോക്കി, അത് ഭയങ്കര സംഭവമായിരിക്കും. ഷാങ്ക് നോക്കിക്കോട്ടാ, ഉറപ്പാണ് തൊടുമ്പോ തന്നെ പൊളിഞ്ഞു വരുന്നു. അത്രയും സോഫ്റ്റ് ആവാനാണ് സാധ്യത. ഇതിൽ പക്ഷെ മീറ്റാണ് കുറവ്, ബോൺ വലിയ ബോണാണ്. സോ നമ്മുടെ ബാംഗ്ലൂർ കിട്ടുന്ന പോലെ ഒന്നും അത്രയും വലിയ റാണല്ല, ഭയങ്കര ചൂട്. ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് മീറ്റ്. സ്ലോ കുക്ക്ഡാണ് തോന്നുന്നത്. ടേസ്റ്റ് വൈസ് ഇറ്റ്സ് സോ ഗുഡ്. സ്ലോ കുക്ക്, വെരി സോഫ്റ്റ്, വെരി ഡെലിക്കേറ്റ്. ഓവറായിട്ട് ആ മട്ടന് ഗെയിമി ഫ്ലേവർ ഇല്ലാത്ത ഒരു മട്ടൻ മീറ്റ്, നല്ല മൈൽഡ് ആയിട്ടുള്ള ഗ്രേവി, പെർഫെക്റ്റ്ലി കോംപ്ലിമെന്റ് ചെയ്യുന്ന മട്ടൻ. പക്ഷേ ഇത് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസീവ് ഡിഷാണ്. മട്ടൺ ആണല്ലോ, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആൻഡ് കൂടുതൽ നിങ്ങൾക്ക് ബോൺ ആയിരിക്കും കിട്ടുന്നത്. സോ ഇഫ് യു ലവ് ദിസ് മട്ടൺ റാൻ ടേസ്റ്റ് യു കൻ ഓർഡർ. അല്ലെങ്കിൽ ഇത് ഒരാൾക്ക് തികയത്തുള്ളൂ, കാരണം അത്രയും കുറച്ച് മീറ്റ് നമുക്ക് കിട്ടുള്ളൂ. ടേസ്റ്റ് വൈസ് 10 on 10. എല്ലാം കാലിയായി. നേരെ ആദ്യമായിട്ടാണ് ഇത്രയും കഴിക്കുന്നത് സത്യമായിട്ട് കാണുന്നത് കേട്ടാ. ഇന്ന് ഉച്ചോർക്കം ഇല്ല. ഇനി ഡിസേർട്ട് വേണ്ട? ഇവിടുന്ന് ഉണ്ടല്ലോ. ഡിസേർട്ട്സ് ആണെങ്കിൽ എല്ലാം വെറൈറ്റി ആയിരുന്നു. ഇത് കോപ്പയിൽ അപ്പം ഉണ്ട്. ഈ അച്ചപ്പം തേങ്ങാപ്പാലും ഭയങ്കര പോപ്പുലറാന്ന് പറഞ്ഞാൽ അതൊരെണ്ണം ട്രൈ ചെയ്ത് പറ്റും. പിന്നെ ഉണ്ണിയപ്പം ഉള്ള ഒരു കറിയുണ്ട് വിത്ത് ഉണ്ണിയപ്പം ആൻഡ് സം പൈനാപ്പിൾ. അതല്ലെങ്കിൽ കുമ്പളങ്ങി കേസരി, കുറേ സംഭവം ഉണ്ട്. ഞങ്ങൾ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഉണ്ണിയപ്പം വിത്ത് കൈതച്ചക്ക എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ആണ്. കെൻ യു ബിലീവ് ഇറ്റ്? എന്തൊരു വിയേർഡ് കോമ്പിനേഷൻ ആണ്. പ്രിയക്ക് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമല്ല, ഞാൻ കഴിച്ചു നോക്ക്. വിത്ത് എ ട്വിസ്റ്റ്, ഉണ്ണിയപ്പം വിത്ത് എ ട്വിസ്റ്റ്. ഇതിന്റെ പ്രശ്നം പൈനാപ്പിള് എന്താ ബേൺ പൈനാപ്പിൾ ആണോ? ഈ നെയ്യിന്റെ മണം ഇവിടെ വരെ വരുന്നു. എനിക്ക് എന്റെ കൈ, ഞാനും കൈ കഴുകി. ഡ്രസ് കയറ്റിടുന്നു, തിരിക്കുമ്പോ താഴെ വീഴുക. ഭയങ്കര മധുര. ആ ഉണ്ണിയപ്പത്തിന്റെ ഫ്ലേവറാ. പൈനാപ്പിൾ ഭയങ്കര പൈനാപ്പിൾ ഫ്ലേവർ ആണോ പറയാ? എന്നിട്ട് ഭയങ്കര നെയ്യിന്റെ മണം കേട്ടാ. പാലിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. സൂപ്പറാണോ? കേരള ഡെസേർട്ട് ഇഷ്ടമായതുകൊണ്ട് പിന്നെ എന്തായാലും ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ എങ്ങനെയാണ് ചോക്ലേറ്റ് എടുത്ത് എന്റെ കൈ വെക്കുന്നത്, അതുപോലെയാണ് പ്രിയക്ക് ഉണ്ണിയപ്പവും ഇങ്ങനത്തെ കേരള സ്നാക്സ് കിട്ടിയല്ലേ. കേസരി ഫുൾ ഏറ്റെടുത്തോളൂ. പഴംപൊരി ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ ഫൈനൽ ഡെസേർട്ട് വരുന്നുണ്ട്. അച്ചപ്പം വിത്ത് സംതിങ് ആണ്. അച്ചപ്പം തേങ്ങാപ്പാൽ. ഓ ബനാന ഉണ്ടല്ലോ, ബ്ലൂബെറി ബനാക്കോട്ട. ചാടി വന്നു. സ്പൈഡർമാൻ പോലും ഇത്രയും ചാടില്ല. അച്ചപ്പം വിത്ത് തേങ്ങാപ്പാലും ഉണ്ട്. ഒരു ബ്ലൂബെറി കോംബോ ആൻഡ് ബ്ലൂബെറി ബനാക്കോട്ട. സംഭവം എങ്ങനെയുണ്ട്? ബ്ലൂബെറിയുടെ കോമ്പോട്ടും കൂടി ചേർക്കുമ്പോ ഓ ആരും ഒരു മിണ്ടാട്ടില്ല. ഒരാള് സൈഡിൽ മിണ്ടാതെ ഇരിക്കുന്നു. എന്തൊരു സൈലന്റ്. ഞാൻ ആദ്യമേ തേങ്ങാപ്പാല് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഓ പ്രിയ, ഇത് തേങ്ങാപ്പാല് മാത്രം കുടിച്ചു നോക്ക്. എനിക്കൊന്ന് ബാങ്കോക്കിലെ മാംഗോ സ്റ്റിക്കി റൈസ് മാറിയേക്കും. എന്തായാലും ഇനി ഇതില് നമുക്ക് ഈ അച്ചപ്പം കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട്, ഭയങ്കര ഇന്നോവേഷൻ. ഈ ബുദ്ധി പ്രിയക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഷെഫിന്റെ ബുദ്ധി എവിടെ എത്തിയാന്. അതെ, പ്രിയയുടെ ബുദ്ധിയും എന്റെ കഴിവും ഉണ്ടായിരുന്നെങ്കിൽ എവിടെ എത്തിയാന്. ഇത് എങ്ങനെയുണ്ട്?
അച്ചപ്പം ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആരെങ്കിലും ആലോചിക്കുവോ? സൂപ്പർ. ബനാന അച്ചപ്പം ആൻഡ് കോക്കനട്ട് മിൽക്ക്. ഓ, നോട്ട് ഓവർലി സ്വീറ്റ്. മസ്റ്റ് ട്രൈ, മസ്റ്റ് ട്രൈ. ആൻഡ് ഇറ്റ്സ് നോട്ട് എക്സ്പെൻസീവ്. 160 or 150 rupees കണ്ടേ ഉള്ളൂ. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. സന്തോഷം തോന്നുന്നു. എന്താ ഭയങ്കര വെച്ചത് ഞങ്ങളിത് ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് ഒന്ന് നോക്കി നോക്കണ്ട. ഒരു സ്പൂൺ കഴിച്ചോളൂ. ഒന്നും വിചാരിക്കണ്ട, സുഖമില്ലാത്ത കുട്ടിയാ. അപ്പോഴേക്കും ഇത് എല്ലാം കാലിയായി. സന്തോഷം. എഴുന്നേക്കണ്ടേ? എഴുന്നേക്കുന്നോ? ഇത് കഴിഞ്ഞിട്ട് ആരൊക്കെയോ എവിടേക്കോ പോയി എന്താ വാഫിളോ ഐസ്ക്രീം എന്തൊക്കെ കഴിക്കണം. അതൊക്കെ വിട്ട് അതാ വൈദ്യ ഇവരെ കളിക്കാൻ കൊണ്ടുപോവാ. അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, ഉറങ്ങാനും പറ്റും ചിലപ്പോ. ആ ഗൈസ്, ഔട്ട്സ്റ്റാൻഡിങ്. എത്ര വർഷം ഇപ്പൊ വരുന്നു അറിയാം. ഔട്ട്സ്റ്റാൻഡിങ് ഡൈനിങ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ഇവിടെ സെപ്പറേറ്റ് ഇപ്പോൾ ഒരു പുതിയ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരള ഫുഡ് ട്രൈ അല്ലാതെ ഓബ്വിയസ്ലി ഇവരുടെ ബർഗേഴ്സും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. നമ്മൾ വേറെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. എപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഞങ്ങൾ വീഡിയോയിൽ കാണിച്ച സാധനങ്ങളൊക്കെ. ഒരാൾ ഫുള്ളായിട്ടത്. പ്രിയക്ക് ഇനി വല്ലതും വേണോ? എന്ത് ഫോട്ടോ വേണോ? ആ, പ്രിയയുടെ ഡ്രസ്സിൻ്റെ ഒരു ഫോട്ടോ കൂടെ എടുക്കണം. അത് ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകണം. സ്റ്റീം ആൻഡ് മഗ്സ് കാക്കനാട് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 100% റെക്കമെൻഡഡ്. അടിപൊളി സംഭവമാണ്. ഉള്ളി തിങ് എനിക്കൊന്ന് സർവീസിന് കുറച്ച് ടൈം എടുക്കും, കാരണം ഇറ്റ്സ് ഫ്രഷ്ലി മെയ്ഡ് ടു ഓർഡർ. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത്രയും ഹൈലി റെക്കമെൻഡഡ് ആണ്. ഒരു പുതിയ സ്ഥലം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. ഇൻഡോർ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു കാക്കനാടിലെ ഒരു സ്ഥലമാണ്. അതെന്താ സംഭവം നോക്കണം. നല്ല തിരക്കുണ്ട്. പുതിയ സ്ഥലമാണെന്ന് തോന്നുന്നു, പോപ്പുലർ ആയിട്ടുണ്ട് ഓൾറെഡി. റേറ്റ്സ് ഒന്നും അറിയില്ല. എന്താ എൻ്റെ പേര്? ഫൺ ഹൗസ് എന്നാന്ന് തോന്നുന്നു പേര്. ഫൺ ഹൗസ് അമ്യൂസ്മെന്റ്സ്. ഇത് കൊള്ളാം കേട്ടോ. ഒരു ചെറിയ ഒരു പ്ലേ ഗ്രൗണ്ട് ഏരിയ. പക്ഷെ എനിക്ക് നമ്മുടെ സെൻട്രൽ മോളിൽ കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുകൂടെ വലുതാവും. പക്ഷെ ഇവിടെ അത്യാവശ്യം എന്താ റോക്ക് ക്ലൈമ്പിങ്, ഇതുപോലെ കിഡ്സിൻ്റെ ഒരു ഇൻഡോർ പ്ലേ ഗ്രൗണ്ട്, ഫുൾ കിഡ്സ് ഉണ്ട്. പക്ഷെ സമ്മേഴ്സിലൊക്കെ നല്ലൊരു സംഭവം അല്ലേ, കുട്ടികൾക്ക് അകത്ത് ഇങ്ങനെ കളിക്കാനായിട്ട്. ഇപ്പൊ വേറെ പ്ലേ ഗ്രൗണ്ട് എവിടെയുണ്ട്? ഒരാൾ കയറി പൈസ ഒന്നും കൊടുക്കാതെ തന്നെ. വേദു കുറച്ചേരം മുമ്പ് ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നല്ലോ രണ്ടുപേരും. ഞങ്ങൾ രണ്ടുപേരും മിണ്ടില്ല. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാം. ഇനി മിണ്ടും അല്ലേ? ഇത് ഏറ്റവും വലിയ വേറൊരു പ്ലസ് പോയിന്റ് വന്നത് നമുക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇന്നിപ്പോ ഫുള്ളാണ്, പക്ഷെ ഒരു കഫറ്റീരിയ പോലെ ഉണ്ട്. അത് നല്ലൊരു സെറ്റപ്പ്. പ്രിയ കോഫി കുടിക്കും. അതെന്തോ കുടിക്കുമല്ലോ. കോഫി വേണം, അതാ പോയിരിക്കും. ഓ എന്റെ അമ്മോ, എന്തൊരു സ്പീഡാ ഇത്. Come on, climb. അയ്യോ, നോക്കട്ടെ വേദുവിന് ക്ലൈംബ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ശാശേനെ പോലെ നോക്കട്ടെ. കമാ. അയ്യോ, നോക്ക്, ട്രൈ ചെയ്യ്. പിന്നെ സൗകര്യം കേട്ടാ. ഒരു കഫേ ഏരിയ ഇതുപോലെ കൊടുത്ത് ലൈം ജ്യൂസ്, കോഫി, ഒരു ലോഞ്ച് ചെയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മസാജ് ചെയർ വെച്ചാൽ മതി. ഇവരൊരു മസാജ് ചെയറും കൂടെ വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഇട്ട് ഇരുന്നോറങ്ങാം. ആലോചിച്ച് നോക്കി, ഇവിടെ തായ് ഫുഡ് മസാജും കൂടെ വന്നാ കുട്ടികൾക്ക് ഇവിടെ വരാൻ താല്പര്യം കാണില്ല, പാരന്റ്സ് ആയിരിക്കും വരാൻ താല്പര്യം. അപ്പൊ ഇവിടെ കോഫി എല്ലാം ഉണ്ട്, ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണ്. ഇവിടെ വേറെ പ്ലേ ഏരിയ, ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്, അവിടെ വേദു ഒക്കെ കൂടെ വന്നിട്ടുണ്ട്. കാപ്പി പറ്റുന്നില്ലേ? വീട്ടിൽ നിന്ന് എസ്പ്രഷോ മെഷീൻ കൊണ്ടുവരണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ റേറ്റ് ഒന്നും ഇല്ല, ഭയങ്കര ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ ഇതില്ലാന്ന്, ടേസ്റ്റ് ഇല്ലാന്ന്. സ്പീഡിലടിക്കാം. ഇതിന്റെ അടിയിലും കുറെ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം ഈ സെറ്റപ്പ്. 300 രൂപ ഫോർ 2 hours നോക്കി. വീക്കെൻഡ് 400 രൂപയാണ്. നൈസ്. പോവാം, ക്ലോസ് ആവാറായി. ഇനി അപ്പഴേക്കും നമുക്ക് ഷോപ്പ് പോകണം. ബാ, ഷോപ്പിൽ പോകണം. ബാ. സോ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ ഷോപ്പിലേക്കാണ്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് കമ്പയർഡ് ടു നമ്മുടെ ഫോറം മോളിലുണ്ട് പ്ലേ ഏരിയ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലൈക്ക് ഫോറം മോളിൽ ഇപ്പോൾ 1500 കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം അൺലിമിറ്റഡ് ആയിട്ട് കളിക്കാം. ഇവിടെ പെർ 2 hours ആണ് 400 rupees. പക്ഷേ ഫോറം മോളിൽ അത് ഓഫറാണ്, സോ അതുകൊണ്ടാണ് ആ റേറ്റ് കിട്ടുന്നത്. പ്ലേസ് ഇസ് ഓക്കെ, ഇറ്റ് ഇസ് ക്ലീൻ. കുറച്ചും കൂടെ വേണമെങ്കിൽ ബെറ്റർ ആക്കാം സാനിറ്റൈസേഷനൊക്കെ. ഫുഡ് ഇസ് ബാഡ്. ഫുഡ് ലോഞ്ച് പാരൻസ് വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സൗകര്യം കൊടുക്കാം. കാരണം ഒരുപാട് കിഡ്സ് വരുമ്പോൾ ചിലപ്പോൾ എല്ലാ പാരൻസും ഇരിക്കാനുള്ള ഒരു സൗകര്യം കാണില്ല. അല്ലെങ്കിൽ എനിക്കൊന്നും ഇപ്പോഴത്തെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ
കുട്ടികളായിട്ട് 2 hours ഇങ്ങനെ ഒരു സ്ക്രീൻ ടൈം ഇല്ലാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ സ്ഥലം. ആൻഡ് എന്തായാലും ഇനി ഷോപ്പിൽ പോയി തിരക്കൊക്കെ ഒന്ന് നോക്കട്ടെ. സ്റ്റാഫൊക്കെ പോകും, അപ്പോൾ രാത്രി ഞങ്ങളായിരിക്കും ഷോപ്പ് നോക്കുന്നത്. ഇങ്ങനെ അതെ രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയ ഓൾറെഡി എത്തി. എന്നാലും ഒരു കാര്യം ഇപ്പം മനസ്സിലായി എന്താണെന്നറിയോ, ഷോപ്പ് ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് വേണ്ട കാര്യത്തിന് വേണ്ടി നമുക്ക് സമയം കണ്ടെടുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഫണ്ടിന് വേണ്ടി അല്ലാണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് ടൈമുണ്ട്. ഒരുവിധം നമുക്ക് വേണമെങ്കിൽ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഐ തിങ്ക് സോ വി ക്യാൻ ഫൈൻ ടൈം ഫോർ എവറിത്തിങ്. എന്തായാലും രാത്രി ഇവിടുത്തെ സിറ്റുവേഷൻ കൂടെ നോക്കട്ടെ. അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. പുതിയ വാലന്റൈൻസ് ഡേ കളക്ഷൻസ് പോലെയാണ് ഇരിക്കുന്നത്. ഇത് സൽവാസ്. ഞാൻ വെളിയിൽ മാനിക്വിൻ പ്രിയ ഇട്ടിരിക്കുന്ന കാണിച്ചു തരാം. ഒരു പാർട്ടി വേസ് പോലെ പ്രിയ കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ. ഇതൊരു ഇംഗ്ലീഷ് ഡ്രസ്സ് പോലത്തെ. പ്രിയയുടെ ലെഫ്റ്റ് ഹാൻഡിന് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിന് കളർഫുള്ള് വന്നിട്ടുണ്ട്. ഫുൾ കറക്കം കഴിഞ്ഞിട്ട് ഞങ്ങൾ 8 മണിക്ക് എത്താൻ പറഞ്ഞതാ. കോൺവക്കേഷൻ ആയിരുന്നു. അതുകൊണ്ട് എവിടെ പോയേ? എവിടെ? ആ റെസ്റ്റോറന്റിലൊക്കെ ബുക്ക് ചെയ്ത് മറ്റേ ഫുൾ ഔട്ടിംഗ് ഒക്കെ ആയിരുന്നു അത്. അടിപൊളി. ഇനി എന്നാ മറ്റേ ഗ്രാജുവേഷൻ? ഓ ഞങ്ങക്ക് വരാമോ? അറിയില്ല എന്തെങ്കിലും കേസിന്റെ കാര്യങ്ങളുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ഉണ്ട്. ഒരു ഹാപ്പി ഫാമിലിയുടെ ഒരു അഡ്വക്കേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ ശില്പ അടുത്ത മാസം അല്ല അടുത്ത ഞായറാഴ്ച വക്കീലാവും. ഓ അഡ്വക്കേറ്റ് ശില്പ ശില്പ PS അഡ്വക്കേറ്റ്. എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഹാപ്പി ഫാമിലിയിലും മെസ്സേജ് ചെയ്യാം. ഞങ്ങൾ കോൺടാക്ട് നമ്പർ അഡ്വക്കേറ്റ് ഉണ്ട്. ഇതേ കാര്യമായിട്ട് കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല. രാത്രി എല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് 11 മണി ആവാറായി. പക്ഷെ നമ്മളെന്തായാലും 12 മണി എന്ന് പറഞ്ഞാൽ 12 മണി വരെ കാണും. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ ചാമ്പയ്ക്ക പറക്കലാണ്. ഇവിടെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ അറിയാതെ വെട്ടിപ്പോയി. എന്തായാലും ചാമ്പയ്ക്ക ആർക്കെങ്കിലും വൈറ്റമിൻ സി വേണമെങ്കിൽ നേരെ ഇവിടെ വന്ന് ചാമ്പയ്ക്ക പറിച്ച് കഴിച്ചു കേട്ടാ ഒരു ഹാപ്പി സ്റ്റോറിൽ. അപ്പോൾ ഗൈസ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. ഒരു ഫൺ ഡേ ആയിരുന്നു. ഇറ്റ് വാസ് വയറും മനസ്സും എല്ലാം സന്തോഷത്തോടെ നിറഞ്ഞൊരു ദിവസമാണ്. ആൻഡ് വീണ്ടും നമ്മുടെ എക്സിബിഷൻ ഒരു ഹാപ്പി സ്റ്റോറിൻ്റെ അല്ലെങ്കിൽ OHF ഫ്ലീ മാർക്കറ്റ് ആൻഡ് അതല്ലാതെ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് ഉടനെ തന്നെ കാണും. മിക്കവാറും നമ്മൾ പ്ലാൻ ചെയ്ത മന്ത് ഓഫ് മെയ് ആണ്. സോ അതിനുവേണ്ടിയുള്ള ഇൻവിറ്റേഷൻസ് നമ്മൾ വെളിയിൽ വിടുന്നതായിരിക്കും. അതല്ലാതെ നിങ്ങളെല്ലാവരും വീണ്ടും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ഫെസ്റ്റിവൽ ആയിരിക്കും. എപ്പോഴും നമ്മൾ OHF ഫ്ലീ മാർക്കറ്റ് നടക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ ഫുഡും കിടിലം ബ്രാൻഡ്സും നമ്മുടെ ഇവിടെ ഉള്ളതല്ലാതെ പുതിയ ബ്രാൻഡ്സ് ഒരുപാട് പേര് കാണും. സോ ഒരുപാട് സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെരി വെരി എക്സൈറ്റഡ് ഫോർ ഈച്ച് ആൻഡ് എവറി കമ്മിങ് ഡേ. സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. വാലന്റൈൻസ് ഡേ ഷോപ്പിംഗ് വല്ല ഉണ്ടെങ്കിൽ OHF സ്റ്റോറിലേക്ക് വരാം, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങുക.